സാധാരണ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കൂടുതലും വരാറ്. നമ്മുടെ നാട്ടിലൊന്നും ഇത് അധികം കണ്ടുവരാറില്ല. ഈ ഒരു സംഭവത്തോട് വളരെയധികം മാച്ച് ചെയ്യുന്ന ഒരു സീൻ ഞാൻ കാണിച്ചുതരാം. വിദ്യ, നീ ആ മുത്തുലക്ഷ്മിയെ കണ്ടോ? അവരുടെ അമ്മയും പണ്ട് ഇവിടെ ഇതേ ജോലിക്കാരിയായിരുന്നു. ഇനി അവരുടെ മകളും ഇതേ ജോലി തന്നെ ഇവിടെ ചെയ്യും. അതേ ചെയ്യും. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ഭക്ഷണം കൂടുതലുണ്ടെങ്കിൽ ഞങ്ങളത് മുത്തുലക്ഷ്മിക്ക് കൊടുക്കും. അവരത് സന്തോഷത്തോടെ വന്നു ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോകും. പക്ഷേ ഒരിക്കൽ പോലും ഭക്ഷണം കിട്ടിയിട്ടില്ല അവർ പരാതി പറഞ്ഞിട്ടില്ല. കാരണം അവർക്കറിയാം ഔദാര്യം അവകാശമല്ലാതെ. ഇതിനെതിരെ നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെ വർഗീയവാദി, തീവ്രവാദി, വേടനയാക്കിയ പോലെ. ഈ തീവ്രവാദികളുടെ കൊടി കേരളത്തിൽ എന്നുയർന്നു അന്ന് തുടങ്ങിയതാണ് ഇവിടുത്തെ ജാതി വർഗീയത. മനസ്സിലാക്കുക, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ഇവന്മാർക്ക് കഴിയുന്നില്ല. രാജ്യം മൊത്തം ഇവന്മാരെ വർഗീയ തീവ്രവാദം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ വല്ലയിടത്തും വല്ലപ്പോഴും നടക്കുന്ന സംഭവം അല്ലാതായിരിക്കുകയാണ്. ഇതിലൂടെ മനസ്സിലാക്കുക, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉന്നത കുലർ എന്നൊരർത്ഥം മാത്രമേ ഉള്ളൂ. ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ആശയം ഒരു കാലത്തും കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല. അതിന് ഈ വർഗീയ വിഷ ജന്തുക്കൾക്ക് വോട്ട് ചെയ്യല്. മനസ്സിലാക്കണം, കേരള സർവകലാശാല അധ്യാപകനാണ് പറഞ്ഞത്. ഇവിടുത്തെ മന്ത്രിമാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവരുടെ കൂട്ടത്തിലെ സാധാരണക്കാരൻ പോലും ഇതേ പറയൂ. അതുകൊണ്ട് SDPI മുസ്ലിം ലീഗൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് കളയാൻ ശ്രമിക്കുമ്പോൾ എല്ലാത്തിന്റെ നിക്ര ഒരുമിച്ച് കീറാൻ പോണെന്ന് മനസ്സിലാക്കുക. ഈ മത തീവ്രവാദവും ദൈവികതയും കാരണം മനുഷ്യനെ എങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയില്ല.